പലപ്പോഴും നിരാശയൊക്കെ വരും മനുഷ്യന്. എത്ര ചോദിച്ചു എന്നിട്ടും അള്ളാഹു തരുന്നില്ല. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഒരിക്കലും വിളിച്ചിട്ട് പറഞ്ഞത്, പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? അവൾക്ക് മക്കളില്ല, മക്കൾക്ക് വേണ്ടി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജ്യേഷ്ഠത്തിയുടെ മകൾക്ക് പോലും മക്കളായി, അനിയത്തിക്ക് മക്കളായി, എനിക്ക് മക്കളായിട്ടില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തിയിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചു എന്നറിയോ? എത്ര തവണ ഉംറ ചെയ്തു എന്നറിയോ? ഹജ്ജ് ചെയ്തു എന്നറിയോ? എത്ര നിസ്കരിച്ചു എന്നറിയോ? എത്ര രാവ് ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട് എന്നറിയോ? എത്ര പകൽ വിശപ്പറിഞ്ഞിട്ടുണ്ട് എന്നറിയോ? എന്നിട്ടും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. നിരാശ എത്ര പെട്ടെന്നാണ് മനുഷ്യനെ പിടികൂടുന്നത് അല്ലേ? ചെറിയ ചെറിയ നിരാശകളുടെ പേരിൽ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ എത്ര പെട്ടെന്നാണ് മനസ്സിൽ മായ്ച്ചു കളയുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നും കിട്ടാതെ പോയ റസൂലിനെയാണ്. സൂറത്തുൽ ദുഹ അള്ളാഹു റസൂലിനോട് അത്രയേറെ ആഴത്തിൽ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആ സൂറത്തിലൂടെ ഇങ്ങനെ വെറുതെ കടന്നു പോകുന്നുണ്ടോ? ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ വരുമ്പോഴേ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുമ്പോൾ സൂറത്തുൽ ദുഹ എടുത്തിട്ടൊന്ന് മറിച്ച് നോക്കണം. മരുഭൂമിയിലെ ഒറ്റ മരമാണ് സൂറത്തുൽ ദുഹ. ആ നിമിഷം അത് വായിക്കുന്നവർക്ക്, വിശുദ്ധ ഖുർആനിന് അങ്ങനെ ഒരു മാന്ത്രികതയുണ്ട്. ചില സമയത്ത് ചിലത് നമ്മൾക്ക് അത്രയേറെ അടുത്ത് നിൽക്കും. അങ്ങനെ ഒന്നാണ് സൂറത്തുൽ ദുഹ. ആദ്യം റസൂലിനോട് റസൂലിൻ്റെ പഴയ കാലം പറഞ്ഞു കൊടുക്കുക. അനാഥനായിരുന്നു നിങ്ങൾ, പക്ഷേ നിങ്ങളെ ഞാനാണ് സനാഥനാക്കിയത്. ആരുമില്ലാത്തവനായിരുന്നു നിങ്ങൾ, ആരൊക്കെയുള്ള ഒരാളാക്കി നിങ്ങളെ മാറ്റിയത് പടച്ചവനാ. എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനൽ തുറക്കപ്പെടും പ്രവാചകരെ എന്ന്. ചെറുപ്പക്കാരനായ അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പയെ അവിടെ ബാക്കിയാക്കിയത് ആരാണ്? അവനാ. അതാണ് അനാഥനായിരുന്ന നിങ്ങളെ സനാഥനാക്കി എന്ന് പറഞ്ഞത്. എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഒരൊറ്റ ജനൽ നമ്മൾക്ക് മാത്രമായി തുറക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോഴും വാതിലിൽ ചെന്നിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നത് ജനലിലൂടെ രക്ഷപ്പെടാനാ. അതാണ് സൂറത്തുൽ ദുഹ. വരാനിരിക്കുന്നൊരു വസന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് സംഭവിച്ചു കേട്ടോ റസൂലിൻ്റെ ജീവിതത്തിൽ. ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നു. ആ സങ്കടത്തിൻ്റെ ആഴം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ചു. കുടുംബത്തിലുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഉപ്പ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ. നിൻ്റെ ഉപ്പയുടെ കണ്ണിങ്ങനെയായിരുന്നു, നിൻ്റെ ഉപ്പയുടെ ചിരി ഇങ്ങനെയായിരുന്നു, നിൻ്റെ ഉപ്പ നടന്നിരുന്നത് അങ്ങനെയായിരുന്നു. ഓരോ ആളുകളെ ചൂണ്ടിയിട്ട്, കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളെയൊക്കെ ചൂണ്ടിയിട്ട് കുടുംബത്തിലുള്ള ആളുകൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ വരച്ചിട്ട ഉപ്പയുടെ ഒരു പ്രിയപ്പെട്ട ചിത്രം ഉണ്ടാവും. കൂടെയുള്ള ഓരോ കുട്ടികളും ഉപ്പ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ നെഞ്ച് പൊള്ളുന്നുണ്ടാവും അല്ലേ? ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആനന്ദമുള്ള സമയമാണത്. അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വേദനയുടെ ആഴം എത്രയാണെന്ന് അറിയട്ടോ. ഉണ്ടാകുമ്പോൾ അത് അറിയൂല. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം. അത് വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയാൻ കഴിയുന്നവർ മഹാഭാഗ്യവന്മാർ. പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട്. മരത്തിൻ്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന പൂക്കൾക്കറിയില്ല വേരറിഞ്ഞ വേദനകളൊന്നും. ആ വേരാണ് ഉമ്മയും ഉപ്പയും. അതില്ലാതാകുന്നൊരു അനുഭവത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അനാഥത്വത്തിൻ്റെ എല്ലാ സമ്പൂർണതകളോടെയും ജീവിച്ച പ്രവാചകൻ. അനാഥകളെക്കുറിച്ച് ഇത്രയേറെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്ര തവണയാണ് പറഞ്ഞത്? റസൂലെ മനസ്സുവല്ലാതെ വരണ്ടു പോയിരിക്കണോ? എന്താണ് പരിക്കണോ ചോദിച്ച സ്വഹാബിക്ക് റസൂൽ നിർദ്ദേശിച്ചത് ഒരു യതീമായ കുട്ടിയെ പോയിട്ടൊരു ഉമ്മ വെക്കട എന്നായിരുന്നു. ഒരു അനാഥയായ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കുക. എന്തിനാ ഇത് പറഞ്ഞു കൊടുത്തതെന്നറിയോ? സ്നേഹം കിട്ടാത്തവനത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്.
ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു വെളിച്ചമുണ്ട്. നിൻ്റെ തലോടൽ അനുഭവിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു സുരക്ഷിതത്വമുണ്ട്. അതിൻ്റെ പേരാണ് സ്നേഹം. ഇതാരാ പറയുന്നതെന്നറിയോ? അനാഥത്വത്തിൻ്റെ എല്ലാ വേദനകളും ജീവിതത്തിൽ അനുഭവിച്ച പ്രവാചകനാണ്. വിധവകളെക്കുറിച്ച് എത്ര തവണയാണ് പറഞ്ഞത്? അസാഇ അലൽ അർമിലത്തി വൽ മസാക്കീൻ കെൽ മുജാഹിദ് ഫീ സബീലില്ലാ. വിധവകളെക്കുറിച്ച് എന്തുകൊണ്ടാ? വൈധവ്യത്തിൻ്റെ വേദന എത്രയാണ് എന്ന് ആമിന എന്ന ഉമ്മയിൽ നിന്ന് റസൂൽ കണ്ടറിഞ്ഞിരുന്നു. റസൂലിൻ്റെ ഉമ്മ വിധവയായൊരു ഉമ്മയായിരുന്നു. വൈധവ്യത്തിൻ്റെ വേദനകൾ, അനാഥത്വത്തിൻ്റെ വേദനകൾ, പട്ടിണിയുടെ വേദന എന്താണ് എന്ന് റസൂൽ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചതായിരുന്നില്ല, ജീവിതം കൊണ്ട് അറിഞ്ഞതായിരുന്നു. അതുകൊണ്ട് ഓരോ വാക്കിനും അത്രയേറെ ആഴം കൈവന്നു. ഓരോ മരവും ഒരു മാമരമായി എന്ന് പറയുന്ന പോലെ ഒറ്റ മരം ഒരു കാടായി മാറി എന്ന്. നഷ്ടപ്പെട്ടതൊക്കെ എത്ര മനോഹരമായാണ് തിരിച്ചു കിട്ടുന്നത്. എത്ര സുന്ദരമായി, എത്ര മധുരമായി പ്രതികാരം ചെയ്യാൻ കഴിയുന്നുണ്ട് റസൂലിന്. കഅബയുടെ താക്കോല് സൂക്ഷിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോല് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുത്തില്ല. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ കയ്യിൽ വരും, അന്ന് ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഉസ്മാൻ ഇബ്നു ത്വൽഹ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഖുറൈശികളുടെ അവസാനമായിരിക്കും, ഈ നാടിൻ്റെ അന്ത്യമായിരിക്കും. അപ്പോൾ റസൂലുള്ള പറയാം, ഇല്ല, അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും ഖുറൈശികൾക്കും. മക്ക വിജയ ദിവസം ആ താക്കോൽ റസൂലിൻ്റെ കയ്യിലാണ്. റസൂൽ അത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അത് പരസ്യമായി പറയുക പോലും ചെയ്തു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുക്കുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ്. നമ്മൾ പറയൂലേ, എനിക്കൊരവസരം കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂൽ പറഞ്ഞത്. എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്? ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ കഅബയുടെ താക്കോൽ തിരിച്ചു കൊടുത്തതുപോലെ. എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചു തന്നത്. നമ്മൾക്കൊരവസരം കിട്ടിയാൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ വെറുതെ വിടൂ? നമ്മുടെ ശത്രുവിനെ നമ്മളെ അപമാനിച്ച മനുഷ്യന്, നമ്മളെ കരയിപ്പിച്ച മനുഷ്യന്, നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന്, നമ്മൾക്കെതിരെ പലതും പറഞ്ഞു പരത്തിയൊരു മനുഷ്യന്, നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന്. ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും? അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കോല് തിരിച്ചു കൊടുത്തപ്പോൾ. സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരികയായിരുന്നു. ശിശിരകാലം മുഴുവനും വസന്തകാലമാവുകയായിരുന്നു. വറ്റിവരണ്ട ആ ജീവിതത്തിൽ പൂക്കളും ചെടികളൊക്കെ പിന്നീട് വിടരുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ അതിൻ്റെ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്തും ലഭിക്കുമായിരുന്നു. എത്ര ആനന്ദപൂർണമായൊരു ജീവിതവും സാധ്യമായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ചുറ്റുണ്ടായിരുന്നു. പക്ഷേ എല്ലാ അധികാരവും എല്ലാ ശക്തിയും കൈവന്നപ്പോഴും എത്ര കുലീനമായാണ് റസൂൽ അതിൽ നിന്ന് മാറി നടന്നത്. ഗിവ് വേ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്ന് പറയൂലേ, മാറിക്കൊടുക്കലാണ് ഏറ്റവും മഹത്തായ വഴിയെന്ന്. സൗകര്യങ്ങളോട്, ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തോട് റസൂൽ എത്ര ദൂരെ നിന്നാണ് ജീവിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു ആ ജീവിതം. ഏറ്റവും കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ജീവിത വിഭവങ്ങളോട് മാത്രമല്ല കേട്ടോ. നമ്മളൊക്കെ ജീവിത വിഭവങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയും. എനിക്കിത്ര പണം മതി,
ഇത്ര മതി എൻ്റെ വാഹനം, ഇത്ര മതി എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വൈകാരികതകളോടുകൂടി അങ്ങനെ പറയാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എനിക്കിത്ര സ്നേഹം മതി, ഇത്ര പരിഗണന മതി, ഇത്രയൊക്കെ എന്നെ ആളുകൾ പരിഗണിച്ചാൽ മതി, ഇത്രയൊക്കെ സ്ഥാനം മതി, നമ്മളങ്ങനെ വിചാരിക്കില്ല. വിഭവങ്ങളോട് മതിയെന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും വൈകാരികതകളോട് മതിയെന്ന് പറയാൻ സാധ്യമാകാതെ പോകാറുണ്ടല്ലോ. റസൂൽ വൈകാരികതകളോടും പറഞ്ഞിരുന്നു മതിയെന്ന്. റസൂലിന് ആവശ്യമുള്ളത് മാത്രമേ റസൂൽ എടുത്തിട്ടുള്ളൂ. ഒരു വയലിൽ നിറയെ കതിർമണികളുണ്ടല്ലോ, പക്ഷേ പറവകൾ അവയ്ക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. വയറ് നിറയെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എടുക്കില്ല. അവയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അവർ പോകും. കുലീനമായൊരു ജീവിത രീതിയാണ് അത്. മനുഷ്യനെ അത്രമേൽ റസൂൽ അടുത്തുനിന്ന് കണ്ടിരുന്നേ. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ നിന്നല്ലേ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രോഗികളെ പോയി കാണാനൊക്കെ റസൂൽ പറയണത്. സങ്കടപ്പെടുന്നവരെ ശ്രദ്ധിക്കാൻ പറയുന്നത് കൊണ്ടാണ്. ഒന്നുമില്ലാത്തവരെ പോയി കാണാൻ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾ മുകളിലേക്ക് നോക്കല്ലേ, താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മനുഷ്യൻ്റെ വേദനകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ആർഭാടങ്ങൾ ചെറുതായി തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു റസൂലിന്. ജാബിർ എന്ന സ്വഹാബിൻ്റെ കൂടെ റസൂല് ഒരു ഒട്ടകപ്പുറത്ത് പോവുക. ആ ഒട്ടകം ജാബിറിൻ്റേതായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂൽ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ജാബിർ എന്ന റസൂലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കല്യാണക്കാരി റസൂൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് റസൂലിന് അതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വൈകാരികതകളോട് മതിയെന്ന് പറയാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. എനിക്കിത്രയൊക്കെ മതി പരിഗണന. ജീവിത വിഭവങ്ങളോട് മതിയെന്ന് പറയണ പോലെ അല്ല അത് കേട്ടോ. അതിലേറെ കുറച്ചുകൂടി സഹനം ആവശ്യം വരും. അതിലൂടെ കുറച്ചുകൂടി ആത്മീയമായൊരു അച്ചടക്കം ആവശ്യം വരും. വൈകാരികതകളോടൊരു മനുഷ്യന് മതിയെന്ന് പറയാൻ. ആ സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് റസൂൽ അറിയണത് ആ യാത്രയിൽ പിന്നീട് എപ്പോഴോ ആണ് എന്നറിഞ്ഞിട്ടും റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇപ്പം പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തോട് റസൂലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒട്ടകം വിൽക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, ഈ ഒട്ടകം എന്തിനാ റസൂലിന്? ഇത് പ്രായമേറെയുള്ളൊരു ഒട്ടകമാണ്, ഒന്നും കിട്ടില്ലതിന്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പൈസ ഒന്നും കിട്ടില്ല റസൂലേ. റസൂലിന് എന്തിനാണിത്? ഒരു ഉപകാരവും ചെയ്യാൻ പറ്റില്ല ഇതിനെ കൊണ്ട്. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒട്ടകത്തെ വിൽക്കണോ? ഞാൻ വാങ്ങും. അവസാനം അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, റസൂൽ എനിക്ക് എത്ര തരും? റസൂൽ പറഞ്ഞു, 1 റുപ്യ തരും. അപ്പം അദ്ദേഹം പറയണം, റസൂൽ എന്നെ കളിയാക്കുക. ആ കച്ചവടം 40 രൂപയിൽ ഉറപ്പിച്ചു നമ്മുടെ കണക്കിൽ. അങ്ങനെ 40 രൂപയ്ക്ക് വാങ്ങിയ ഒട്ടകവുമായി റസൂൽ മദീനയിലേക്ക് ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജാബിറിന് 40 രൂപ കൊടുക്കണം. ഞാൻ ഈ ഒട്ടകത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു, പിന്നെ ഈ ഒട്ടകവും കൊടുക്കണം, ഈ ഒട്ടകവും കൊടുക്കണം. റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷെ ജാബിറിന് പണം ആവശ്യമുണ്ടായിരുന്നു എന്ന് റസൂലിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുത്തു. അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു റസൂലിന് മനുഷ്യനോട്. ഓരോ ബന്ധങ്ങളോടും റസൂലിന് അത്രയേറെ ആഴമേറിയ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഈ സങ്കടങ്ങളെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. നമ്മൾ കല്യാണത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, കല്യാണത്തെക്കുറിച്ച് ദൈവികമായ തീരുമാനമാണ് എന്ന്. ജീവിതത്തിലെ എല്ലാ ബന്ധവും ദൈവികമായ തീരുമാനമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും, അത് സുഹൃത്താവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏത് ഭാവത്തിൽ കടന്നു വന്ന ഏത് പ്രായത്തിൽ കടന്നു വന്നൊരു മനുഷ്യനാകട്ടെ, എല്ലാം പടച്ചവൻ്റെ തീരുമാനമാണ്. കല്യാണത്തെക്കുറിച്ച് പറയണ ആ വാക്കുണ്ടല്ലോ, പടച്ചവൻ കൂട്ടി യോജിപ്പിച്ചതാണ് എന്ന്. ഓരോ സൗഹൃദവും അതാണ്. അത് ഈ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ സങ്കടങ്ങളെ കാണാൻ വലിയ മനസ്സ് വേണം. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്, ആജ്ഞാപനങ്ങളിലുണ്ട്, ജീവിത രീതികളിലുണ്ട്, എല്ലാമുണ്ട്.
അവനവനേക്കാൾ വളർന്ന ഒരു മാനവികത, സ്വന്തത്തെക്കാൾ ഉയരത്തിൽ വളർന്നൊരു മാനവികത. അതുകൊണ്ടാണ് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട് റസൂൽ പട്ടിണി കിടന്നുറങ്ങിയത്. ഒരു രാത്രിയല്ല, എത്രയോ രാത്രികൾ. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്ത് പട്ടിണി കിടന്നുറങ്ങി. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറയില്ലേ. നിങ്ങൾ വലിയ ഗൗരവത്തിലെടുക്കരുത്. നമ്മളെ വലിയ ഗൗരവത്തിലെടുക്കണ സമയമുണ്ടല്ലോ, അവിടെ പല പ്രശ്നങ്ങളും വരും. പറ്റേ അവഗണിക്കുക എന്നുള്ളതല്ല. ടെലിഫോൺ കണ്ടുപിടിച്ച ഗ്രഹാംബൽ ഒരിക്കൽ പോലും ആ ടെലിഫോണിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ആ മനുഷ്യനത് കണ്ടുപിടിച്ചത്? ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. അവനവനേക്കാൾ ഉയരത്തിൽ മറ്റു മനുഷ്യരെ കാണാൻ കഴിയുന്ന മഹത്വമുണ്ടല്ലോ, ആ മഹത്വമാണത്. ലളിതമെന്ന വാക്കിന് നിങ്ങൾ ശബ്ദധാരാവലിയിൽ അർത്ഥം നോക്കിയാൽ സുന്ദരം എന്നൊരർത്ഥം ഉണ്ടാവും. അതെങ്ങനെയാണ് ലളിതം എന്നതിന് സുന്ദരം എന്ന അർത്ഥം കിട്ടുന്നത്? ലളിതമായതെല്ലാം സുന്ദരമാണ്. നമ്മുടെ മനസ്സിനെ അത്രയേറെ തൊട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കൂ. അത് നിങ്ങളുടെ അധ്യാപകരാകാം, കൂട്ടുകാരാകാം, വഴിയിൽ വെച്ച് കണ്ടൊരു മനുഷ്യനാകാം, ബസ്സിൽ വെച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയൊരു മനുഷ്യനാകാം. നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആരാണ്? ഒരു രാവന്തിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ആരാണ്? ഓർമ്മിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാരാണ്? ലാളിത്യമുള്ള മനുഷ്യരാ. ആ ലാളിത്യത്തിൻ്റെ എല്ലാ ഭംഗിയും, എല്ലാ അഴകും, എല്ലാ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഹബീബായ റസൂലിൻ്റെ ജീവിതത്തിൽ. എല്ലാ ബന്ധങ്ങൾക്കും റസൂലിൻ്റേതായ ഒരു രസതന്ത്രമുണ്ടായിരുന്നു. നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, അല്ലേ? അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂൽ അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ്. അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലുള്ളാഹിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയുക, അല്ലേ? അബസ എന്ന പേരിൽ ഒരു അധ്യായമാണ്. പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ കാണുന്നത്, അപ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണരും. നിങ്ങളെൻ്റെ ഉടപ്പറപ്പാണ് കേട്ടോ അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ അബ്ദുള്ള. അന്ധനായൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ എത്ര ചുവടുകളാണോ നടക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്, അത്രയും ചുവടുകളുടെ എണ്ണം പാപം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് ആ വലിയ വെളിച്ചം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. റസൂലുള്ളാഹിയുടെ നെറ്റി ചുളിഞ്ഞ കാര്യം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ. ഇനി അദ്ദേഹം അത് കണ്ടിരുന്നെങ്കിലും അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും അത് അന്ധനായ മനുഷ്യനോട് ചോദിച്ചിരുന്നു, അങ്ങനെ വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? അവർ പറയാണ് വിഷമം ഉണ്ടാവില്ല, ശീലമില്ലേ? അവഗണനശീലമായ മനുഷ്യരെ, നിന്ദശീലമായ മനുഷ്യരെ. പക്ഷേ ആകാശത്ത് നിന്ന് അള്ളാഹു ഇടപെടുകയാണ്. റസൂലെ ശരിയായില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട്. മനുഷ്യൻ്റെ അത്രയേറെ അടുത്ത് നിൽക്കാൻ, മനുഷ്യനെ പരിഗണിക്കാൻ, മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു. അതുകൊണ്ടാണ് റസൂലിന് എപ്പോഴും സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. സമ്മാനങ്ങൾ നൽകുന്ന ഒരാൾ. എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും. റസൂൽ അദ്ദേഹത്തിനും ചിലതൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയും, എന്തിനാ റസൂൽ എനിക്ക് തരുന്നത്? ഞാൻ അങ്ങോട്ട് തന്നാൽ പോരെ, റസൂൽ പ്രയാസപ്പെടണ്ട. അതുപോരാ, ഞാൻ അങ്ങോട്ടും തരും. നിങ്ങളെനിക്കാരാണ് എന്നത് മാത്രമല്ല, ഞാൻ നിനക്കാരാണ് എന്നത് കൂടിയാണ് സമ്മാനം. എല്ലാ സമ്മാനവും. ഒരിക്കൽ ആ സ്വഹാബി റസൂലിന് കൊണ്ടുവന്ന് കൊടുത്തത് മുന്തിരിയായിരുന്നു. റസൂൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച്.
മറ്റു സഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, കൊതിയൂറുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂൽ. അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി. അപ്പോഴാണ് സഹാബികൾ റസൂലിനോട് ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂലിൻ്റെ അരികിൽ നിന്നിട്ടും റസൂൽ ഞങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. റസൂൽ സാധാരണ അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ റസൂൽ സഹാബികളോട് പറയാം, ഇത് നല്ല പുളിയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുളിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിഷമാവൂലേ? അത് വേണ്ട, ഞാൻ സഹിച്ചു, ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി, നല്ല പുളിയായിരുന്നു. വാക്കുകൊണ്ട് പോലും ഒരു മനുഷ്യനെ മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായൊരു അച്ചടക്കത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാണോ? എത്ര സംഭവങ്ങളാണല്ലേ. റസൂലിനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കഅബ് ബിൻ സുഹൈർ. നമുക്കറിയാം, മക്ക വിജയത്തിൻ്റെ സമയത്താണ് വേഷപ്രച്ഛന്നനായി അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ശത്രുക്കളെ എന്തു ചെയ്യും? അന്നോളമുള്ള രാജാക്കന്മാർ മുഴുവനും ലോക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് മുഹമ്മദും ചെയ്യും എന്നാണ് കഅബ് വിചാരിച്ചത്. എന്താണ് അവർ ചെയ്തിരുന്നതെന്നറിയോ? ശത്രുക്കളെ നിഗ്രഹിക്കുക. കൊല്ലുമല്ലേ? റസൂലല്ലാഹ് പറഞ്ഞു, ആരെയും കൊല്ലൂല. കഅബിനെ കൊല്ലില്ലേ? ഇല്ല, കഅബിനെയും കൊല്ലൂല. കഅബിനെ കൊല്ലില്ലേ? ഇയാൾ ആവർത്തിച്ച് ചോദിക്കുക. കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് സന്തോഷം കൊണ്ടൊരു ആർത്തട്ടഹാസമായിരുന്നു. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രച്ഛന്ന വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കണം. അത് കഅബായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി. എന്തിനാ കഅബ ഇങ്ങനെയൊക്കെ വരുന്നത്? അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദേ, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, പക്ഷെ കൂടെയുള്ളവരെനിക്ക് പേടിയാണ്. കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചവനാ. അശ്ലീല പ്രയോഗങ്ങളുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട് റസൂലിനെയും റസൂലിൻ്റെ ദൗത്യത്തെയും അത്രയേറെ വിഷമത്തിലാക്കിയ ഒരാളാണ്, വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കഅബ്. ശരി, ആ നിമിഷം കഅബിനോട് റസൂൽ എന്താ പറയുന്നത്? റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കൊരു പാട്ട് പാടിത്തരുമോ? നിമിഷ കവിയാണ് കേട്ടോ കഅബ്. ഒറ്റ നിമിഷം കൊണ്ട് കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ആളാ. ഇത്രയേറെ റസൂലിനെ ഇകഴ്ത്തിപ്പാടിയൊരു മനുഷ്യന് ആ നിമിഷം പുകഴ്ത്തിപ്പാടാൻ ഒരു സമയം കുറച്ച് മതി. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കഅബ് പാടിയത് ബാനത്ത് സുആദ് ആയിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ആ കവിത എന്ന്. നഷ്ടപ്രണയിനിയെ ഓർത്തുള്ളൊരു വിലാപകാവ്യമാണ്, ഒരു ഗസലാണ്. അശ്ലീലമായ പ്രയോഗങ്ങൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ റസൂല് കഅബിനോട് പറയണത് എന്താണ്? ഈ ജാതി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ല പറഞ്ഞത്. ആ പാട്ട് പാടുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അയാളത് പാടിത്തീരുന്നത് വരെ റസൂൽ അത് കേട്ടു. ആസ്വദിച്ചോ എന്നറിയില്ല, കേട്ടു. എന്നിട്ട് അവസാനം റസൂലിൻ്റെ ഒരു ഉത്തരീയമുണ്ട്, ഷോള്, അത് സമ്മാനമായി കഅബിന് കൊടുത്തു. ഇനി എന്തു വേണം? ഇസ്ലാമിനെക്കുറിച്ച് ഇനി കുറേ പ്രസംഗങ്ങൾ വേണോ ആ മനുഷ്യന്? എത്ര സുന്ദരമായാണ് വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതം സംസാരിച്ചത്. വിറകേറ്റിപ്പോയ ഉമ്മയുടെ കഥ ഇനിയും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ആകെ നമുക്ക് പറയാനുള്ളൊരു കഥയാണ് കുട്ടിക്കാലം മുതൽ. ആ ഉമ്മ രണ്ടാമതായി ആ ചെറുപ്പക്കാരനോട് പറയുന്നത്, ഖുറൈശിയായ മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് മോനെപ്പോലെയുള്ള നല്ല കുട്ടികൾ പോകരുത് കേട്ടോ എന്നാണ്. മോനെപ്പോലെയുള്ള കുട്ടികളൊക്കെ എപ്പോഴുണ്ടോ? ഉമ്മക്ക് അത്ഭുതമാണ്. മോൻ കേടുവരാൻ പാടില്ല, മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് പോകരുത് എന്ന് ഉമ്മ ഉപദേശിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് ഒന്നുകൂടി പുഞ്ചിരിച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്. ആ ഉമ്മയ്ക്ക് ഇനി ഇസ്ലാമിനെക്കുറിച്ച് കുറേ പ്രസംഗിച്ചു കൊടുക്കേണ്ടി വരൂ? നമ്മുടെ ചോദ്യം അതാണ്. ശ്രദ്ധാപൂർവമുള്ള ജീവിതത്തെക്കാൾ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളുണ്ടോ? വാക്കിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്, ജീവിതം കൊണ്ട് മാത്രം പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒന്ന്. ശരി, അത്രയേറെ മനുഷ്യനോടടുത്തു നിന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത്. മനുഷ്യൻ്റെ വേദനകളെ അത്രയേറെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു.
മനുഷ്യൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ അത്രയേറെ ആഴത്തിൽ ശ്രദ്ധിച്ചു. നമ്മൾ സാധാരണ പറയും ഒറ്റയ്ക്ക് ജനിക്കുന്നു ഒറ്റയ്ക്ക് മരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് ആരൊക്കെയോ വേണം. ചെറിയൊരു കുട്ടിയുടെ കാര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് അമ്മ അടുത്ത് കിടക്കണം എന്നാണ്. ഇൻക്യുബേറ്റർ ഇല്ലാത്തൊരു ആശുപത്രിയിൽ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ ആകെ അമ്മയോട് പറഞ്ഞത് അമ്മ കുട്ടിയുടെ കൂടെ വേണം എന്നാണ്. അമ്മയുടെ തലോടൽ, അമ്മയുടെ സ്പർശം, അമ്മയുടെ സഹവാസമാണ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയത് എന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചു. സഹവാസവും അടുപ്പവും കുറേ മനുഷ്യരുടെ ചങ്ങാത്തവും സൗഹൃദവുമൊക്കെ എപ്പോഴും ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ. നിങ്ങളതിനെ സൗഹൃദമെന്നോ പ്രണയമെന്നോ വിവാഹമെന്നോ ഒക്കെ വിളിച്ചോളൂ. മറ്റൊരു മനുഷ്യനിലേക്ക് നിരന്തരം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അകം. അതുകൊണ്ട് ഓരോ മനുഷ്യനും നമുക്ക് പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും നമ്മൾ ഇത്ര കാലവും തുറന്നു നോക്കിയിട്ടില്ലാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരും. തുറന്നു നോക്കിയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു അതിനകത്ത് സമ്മാനമായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ തുറന്നു നോക്കില്ല കേട്ടോ. ജീവിതാവസാനം വരെ തുറന്നു നോക്കില്ല നമ്മൾ. ഒരമ്മയുടെ കഥയുണ്ടല്ലോ, ചെറിയ 2 മക്കളാണ്. അമ്മ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ കുട്ടി ഓടി വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നമ്മുടെ ചെറിയ മോള് ക്രയോൺസ് കൊണ്ട് അവിടെയൊക്കെ കുത്തി വരച്ചിട്ടിരിക്കണേ. നമുക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അമ്മ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കുട്ടിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുമ്പോഴാണ് കുട്ടി ക്രയോൺസ് പിറകിലേക്ക് പിടിച്ചിട്ട് പേടിച്ച് നിൽക്കുന്നത്. അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ചുമരിലേക്ക് നോക്കിയത്. അവൾക്കറിയാവുന്ന ഭാഷയിൽ എഴുതിയിട്ടതാണ്, കുത്തിവരച്ചതൊന്നുമല്ല. കണ്ടാൽ കുത്തിവരച്ചതാണെന്ന് തോന്നും കേട്ടോ. കണ്ടാൽ കുത്തിവരച്ചതെന്ന് തോന്നുന്ന രൂപത്തിൽ അവൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ? ഐ ലവ് യു മാം. അരമണിക്കൂർ നേരം അമ്മയെ കാണാതായപ്പോഴേ അവളുടെ സ്നേഹം അവൾ ആവിഷ്കരിച്ചതാ. നല്ല കയ്യക്ഷരത്തിലൊന്നുമല്ലെങ്കിലും കൂടെയുള്ള ഓരോ മനുഷ്യനും നമ്മൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അവർക്ക് സ്നേഹമാണ് എന്നാണ്. കയ്യക്ഷരം മോശമായതിൻ്റെ പേരിൽ നിങ്ങളവരെ തടയരുത്. അതാരുമാകട്ടെ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. സ്നേഹത്താൽ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ആളുകളുണ്ട്. പക്ഷെ അകത്തുള്ളത് നിറഞ്ഞ സ്നേഹമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഒരാൾക്ക് മനുഷ്യനെ തിരിച്ചറിയണം. ബദർ എന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികൾ ശരിയാക്കുകയായിരുന്നു റസൂൽ. നിങ്ങൾ കേട്ടതായിരിക്കും. തിരിച്ച് ഈ സ്നേഹം എത്ര കിട്ടിയെന്നാണ്. ഓരോ മനുഷ്യനും റസൂൽ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ഓരോ മനുഷ്യനും തോന്നിയിരുന്നു ഞാൻ റസൂലിനത്രയും പ്രിയപ്പെട്ടവനാണ്. അണികൾ ശരിയാക്കുന്നതൊരു വടി കൊണ്ടാണ്. റസൂൽ എല്ലാവരും ഇങ്ങനെ ഒരു വടിയുണ്ട് ആ അണികളെ സൊഫ് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്വഹാബിക്ക് തെല്ലൊരു ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞത്, റസൂൽ എന്തിനാ അടിക്കുന്നത്? പറഞ്ഞാൽ പോരെ. ഞാൻ അടിച്ചിട്ടില്ലല്ലോ സ്വവാദ്, ഞാനിങ്ങനെ മെല്ലെ തൊട്ടിട്ടല്ലേ ഉള്ളൂ. അല്ല, റസൂൽ എന്നെ അടിച്ചിട്ടുണ്ട്. ആണോ? എനിക്ക് തിരിച്ചടിക്കണോ? സഹാബികളൊക്കെ ആകെ ആകാംക്ഷയോടുകൂടിയും ദേഷ്യത്തോടു കൂടിയും നിൽക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാ റസൂൽ? മുന്നിലെ വെളിച്ചമാണ് റസൂൽ. നമ്മൾ റസൂൽ എന്ന് പറയുന്ന പോലെ അല്ല അവർക്ക് റസൂൽ എന്ന് പറയുമ്പോഴുള്ള ഫീല്, അത് മറ്റൊന്നാണ്. മുന്നിലെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ അപഹസിക്കുന്നത് അവരിഷ്ടപ്പെടില്ലല്ലോ. പക്ഷെ അവരോടൊക്കെ ശാന്തമാകാൻ പറയാ റസൂല്. എന്നിട്ട് റസൂൽ എന്താ ചെയ്യുന്നത്? കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ചടിക്കൂ. എനിക്കിങ്ങനെ അടിച്ചാൽ പോരെ റസൂലെ, റസൂലിൻ്റെ മേൽക്കുപ്പായ ഒന്ന് പൊക്കിത്തരണം, എനിക്ക് വയറ്റത്തടിക്കണം എന്ന് പറഞ്ഞ്. സ്വഹാബികളൊക്കെ ഇളകുന്നുണ്ട്. റസൂൽ അപ്പോഴും ശാന്തമാകാൻ പറഞ്ഞിട്ട് മേൽക്കുപ്പായ മെല്ലെ പൊക്കിക്കൊടുത്ത്. സ്വവാദ് ഈ ലോകത്ത് ചുംബിക്കാവുന്ന ഏറ്റവും മനോഹരമായ ആ തിരുദേഹത്തെ ചുംബിച്ചു. വാരിപ്പുണർന്ന് തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇതിനു വേണ്ടിയായിരുന്നു, എന്നോട് ക്ഷമിക്കണം. കണ്ടു നിന്നവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സ്നേഹത്തിൻ്റെ മുന്നിൽ ആരുടെ കണ്ണാണ് നിറയാത്തത്? ദേഷ്യത്തിൻ്റെ മുന്നിലല്ല, സ്നേഹത്തിൻ്റെ മുന്നിൽ.